പണ്ട് 2010 ശേഷമുള്ള മമ്മൂട്ടിയുടെ മോശം സമയത്ത് ഇറങ്ങിയ ഒരു പടമുണ്ടായിരുന്നു. സിനിമയുടെ പേര് ബോംബെ മാർച്ച് 12. ആ പടം ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അതിൽ MG ശ്രീകുമാർ പാടിയ ഒരു പാട്ട് ടിവിയിൽ വരുമ്പോൾ ഞാൻ കാണാറുണ്ട്. അതൊരു നൈസ് പാട്ടാണ്. ആൻഡ് അതിൽ അഭിനയിച്ചിരിക്കുന്നത് ഒരു പുതിയ ആക്ടറാണ്. പേര് ഉണ്ണി മുകുന്ദൻ. കാണാൻ ആള് ലുക്കാണ്. അതും കഴിഞ്ഞ് അതേ വർഷം മുഴുവനായും ഫോറിനിൽ ഷൂട്ട് ചെയ്ത ബാങ്കോക്ക് സമ്മർ എന്ന സിനിമയുടെ ട്രെയിലറും പാട്ടും ഒക്കെ ടിവിയിൽ കാണാറുണ്ടായിരുന്നു. അതിലുമുണ്ട് ഈ പുള്ളി. പക്ഷെ ആ സിനിമയെ ഞാൻ കണ്ടിട്ടില്ല. ഇതും കഴിഞ്ഞ് അടുത്ത വർഷം നിത്യ മേനോൻ അഭിനയിച്ച തത്സമയം ഒരു പെൺകുട്ടി എന്നൊരു സിനിമ ഇറങ്ങിയിരുന്നു. ഒരു പെൺകുട്ടിയുടെ ഒരു ദിവസം മുഴുവൻ ക്യാപ്ചർ ചെയ്യുക, അങ്ങനെ എന്തോ ആയിരുന്നു ആ സിനിമയുടെ പ്ലോട്ട്. പടം ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അതിലെയും പാട്ടിൽ ഈ പുള്ളിയെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതേ വർഷം 2012 സീനിയേഴ്സ് എന്ന സിനിമയ്ക്ക് ശേഷം ഏതാണ്ട് അതേ ടീമിനെ വെച്ച് സംവിധായകൻ വൈശാഖിന്റെ ഒരു സിനിമയുടെ അനൗൺസ്മെന്റ് വരുന്നു. സിനിമയുടെ പേര് മല്ലു സിംഗ്, ലീഡ് ആക്ടർ പൃഥ്വിരാജ്. അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റേഴ്സ് ഒക്കെ ഇറങ്ങിയതായിരുന്നു. കളർഫുൾ എന്റർടൈനേഴ്സ് എടുക്കുന്ന വൈശാഖിന്റെ സിനിമകൾ നോക്കി നിന്നിരുന്നൊരു കാലം. ഒപ്പം നായകൻ പൃഥ്വിരാജും കൂട്ടിന് സീനിയേഴ്സിലെ മുഴുവൻ ടീമും. പിന്നെ എന്താ വേണ്ടത്? പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് പൃഥ്വിരാജ് പിന്മാറിയതായും നമ്മൾ മുൻപ് പല സിനിമകളിലും ചെറിയ ചെറിയ വേഷങ്ങളിൽ കണ്ടിട്ടുള്ള ഉണ്ണി മുകുന്ദനെ കാസ്റ്റ് ചെയ്തതായും ന്യൂസ് വന്നു. അതൊരു ഭയങ്കര ടേൺ ഓഫ് ആയിരുന്നു എനിക്ക്. അങ്ങനെ കൊടുക്കും ഈ പുതിയ ആക്ടർ വെച്ചുള്ള പടം റിലീസായി. എന്തായാലും വൈശാഖിന്റെ പടമല്ലേ, കണ്ടു കളയാമെന്ന് കരുതി ഞാനും പോയി. പടത്തിൽ കുഞ്ചാക്കോ ബോബൻ, മനോജ് കെ ജയൻ, ബിജു മേനോൻ ടീമിന്റെ കോമഡി കാണാം. മറ്റേ പുള്ളിയെ അവോയ്ഡ് ചെയ്ത് കളയാം എന്ന് കരുതി പോയ എനിക്ക് കിട്ടിയത് ഒരു വൻ സർപ്രൈസ് ആയിരുന്നു. ആക്ഷൻ സീൻസിലൊക്കെ ഈ പുള്ളി അങ്ങ് തൂത്തു വാരുകയായിരുന്നു. എനിവേസ്, ആ പടത്തെ പറ്റി കൂടുതലൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, കാരണം അതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നു. സോ നമ്മുടെ സീനിയർ ആക്ടേഴ്സ് കഴിഞ്ഞാൽ കൺവിൻസിംഗ് ആയി ആക്ഷൻ സീൻസ് ചെയ്യാൻ പൃഥ്വിരാജ് മാത്രം ഉണ്ടായിരുന്ന നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇനി ഇദ്ദേഹവും ഉണ്ടാവുമെന്ന് അന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചു. ശേഷം 2013 ഡി കമ്പനി എന്ന ആന്തോളജി ഫിലിമിൽ അനൂപ് മേനോൻ നായകനായ ഗാങ്സ് ഓഫ് വടക്കുന്നാഥൻ എന്ന സെഗ്മെന്റിൽ ഇദ്ദേഹത്തെ ചെറിയൊരു റോളിൽ കണ്ടിട്ടുണ്ട്. ശേഷം 2014 ഇദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഫിസിക്കിന് ഒരു റെക്കഗ്നേഷൻ കിട്ടുന്നു. മസിൽ അലിയൻ എന്ന പേരും വീഴുന്നു വിക്രമാദിത്യൻ എന്ന സിനിമയിലൂടെ. കാര്യം ആ സിനിമയിലെ നായകനായ ദുൽഖർ സൽമാന്റെയും വില്ലനായ അനൂപ് മേനോന്റെയും ഇടയിൽ കുടുങ്ങിപ്പോയതാണെങ്കിലും സത്യത്തിൽ എനിക്ക് ആ സിനിമയിൽ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം വിക്രമിന്റേതായിരുന്നു. കാരണം ആൾ ആ സിനിമയിൽ അങ്ങോളം ഇങ്ങോളം ഒരു തെറ്റും ചെയ്യുന്നില്ല. ആൻഡ് ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ നായകനെ രക്ഷിക്കുന്നുമുണ്ട്. എന്നാൽ ഇപ്പോഴും അദ്ദേഹം ഒരു സോളോ ഹീറോ എന്ന നിലയ്ക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല. തൊട്ടടുത്ത വർഷം 2015 ഒരുപക്ഷെ ആള് തന്നെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സോളോ ലീഡ് പടം പുള്ളി ചെയ്തിരുന്നു. സിനിമയുടെ പേര് സൺ ഓഫ് അലക്സാണ്ടർ. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. അതും കഴിഞ്ഞ് 2016 ഒരു അന്യഭാഷാ സിനിമയിൽ, അതും മലയാളത്തിൽ നിന്ന് മോഹൻലാലും അവിടുത്തെ ഒരു മേജർ സൂപ്പർ സ്റ്റാറായ ജൂനിയർ NTRും അഭിനയിച്ച ഒരു സിനിമയിൽ ഇദ്ദേഹം ഒരു മെയിൻ വില്ലന്റെ റോളിൽ വന്നിരുന്നു. സിനിമയുടെ പേര് ജനതാ ഗ്യാരേജ്. അതിൽ പുള്ളിയുടെ പെർഫോമൻസ് നൈസ് ആയിരുന്നു. ഇതിനുശേഷം 2 മലയാള സിനിമകളിൽ അദ്ദേഹം വില്ലനായി വന്നു.